ഹായ്, ഞാൻ ഡോക്ടർ ഫോക്സ്. ഇത് നമ്മുടെ ഗെയിം ഡെവലപ്മെന്റ് സീരീസ് സ്റ്റാർട്ടർ സീരീസ്. ഓക്കെ, ആ സീരീസിന്റെ നാലാമത്തേൻ്റെ എത്രത്തോളത്തോ വീഡിയോ ആണ്. എനിക്ക് എന്നൊക്കെ തെറ്റിയിട്ട് കുറച്ചായി. ഏതായാലും ആ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നത് ഈ ഡോർ ഓപ്പൺ ചെയ്യാന്നുള്ളതായിരുന്നു. ഒരു കൊളീഷൻ ബോക്സ് വെച്ച് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ് ചെയ്തത്. നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. ഒരു ഡോർ ഓപ്പൺ ചെയ്തു. ഞാൻ അതേപോലെ മറ്റൊരു ബ്ലൂ പ്രിന്റും കൂടി ഉണ്ടാക്കി. നമ്മൾ ആ സ്പീഡ് റണ്ണിൽ കാണിച്ചൊരു ബ്ലൂ പ്രിന്റും കൂടി സെയിം ലോജിക്ക് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോയാൽ ഒരു ലൈറ്റ്, അവിടെ ഒരു കൊളീഷൻ ബോക്സ് ഉണ്ട്. ആ കൊളീഷൻ ബോക്സിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ ഒരു ലൈറ്റ് ഓൺ ആവും. സെയിം ലോജിക് തന്നെയാണ്. ഞാൻ ബ്ലൂ പ്രിന്റിൽ പോയി നോക്കുകയാണെങ്കിൽ BP റൂം ലൈറ്റ്, അവിടെ ഒരു കൊളീഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിന്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഇപ്പോൾ ഇന്റൻസിറ്റിയാണ് നമ്മുടെ ലൈറ്റിന്റെ ഒക്കെ അളവ് തീരുമാനിക്കുന്നത്. ഞാൻ അതിൽ ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി 0 ആക്കി സെറ്റ് ചെയ്ത് വെച്ചു ഡീഫാൾട്ട് ആയിട്ട്. എന്നിട്ട് ഈ ഒരു ബോക്സിലേക്ക് ആൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, താഴേക്ക് പോയാൽ നമ്മുടെ കോമ്പണന്റ് ബിഗിൻ ഓവർലാപ്പ് ഇവന്റിൽ നമ്മുടെ ലൈറ്റ് ഞാൻ ഒരു 5000 ആക്കി ഇന്റൻസിറ്റി സെറ്റ് ചെയ്യും. അതേപോലെ എൻഡ് ഓവർലാപ്പിൽ ഞാൻ അതേ പോയിന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി 0 ആക്കി തിരിച്ചും സെറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരക്ടർ ആ റൂമിലേക്ക് കയറി ആ ഇതിലേക്ക് എത്തുമ്പോൾ ലൈറ്റ് ഓൺ ആവും, തിരിച്ചിറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. അതേപോലെ തന്നെ ഈ റൂമിലേക്ക് കയറി തിരിച്ചിറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. സോ ഇനി അത് എവിടെ കൊണ്ടുപോയി വെച്ചാലും അതേ ലോജിക്ക് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ ഇതിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡോർ ഓപ്പൺ ആകുന്നതാണെങ്കിലും ലൈറ്റ് ഓൺ ആകുന്നതാണെങ്കിലും എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടാണ്. ഒരു ചെറിയ ആനിമേഷൻ ഒന്നുമില്ല. ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് മതി. ഒരു ചെറിയ ആനിമേഷൻ നമ്മൾ ഓഫ് ആവുന്നത് ഇപ്പോൾ കാണുന്നുണ്ട്. അത് ലൈറ്റ് ഓഫ് ആകുന്നതിൽ നല്ല ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകുന്നതല്ല. ഇതിന് നമ്മുടെ അൺറിയൽ എഞ്ചിൻ്റെ ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ ലൈറ്റിംഗ് സിസ്റ്റം അങ്ങനെ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആകാൻ സമ്മതിക്കാത്തതാണ്. ഒരു എക്സ്പോഷർ സിസ്റ്റം ഉണ്ട്. സോ ലൈറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കാണുന്ന ആനിമേഷൻ ടെക്നിക്കലി അവിടെ സംഭവിക്കുന്നില്ല. പോട്ടെ, നമുക്ക് ഡോറിൻ്റെ കാര്യത്തിൽ നോക്കാം. ഡോറിൻ്റെ കാര്യത്തിൽ ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും ഒറ്റയടിക്ക് നമ്മുടെ 90 ഡിഗ്രിയിലേക്ക് അങ്ങോട്ട് സ്റ്റക്കാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഡോറ് മെല്ലെ സ്ലോലി ഓപ്പൺ ആവുന്നു, സ്ലോലി ക്ലോസ് ആവും. ഒരു 1 സെക്കൻഡ് ടൈം എടുത്തിട്ട് ഓപ്പൺ ആവാം, ക്ലോസ് ആവും. സോ നമുക്ക് നമ്മുടെ BP ഡോറിൻ്റെ ഇതിലേക്ക് പോകാം. ഇതിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചത് കാണാം. ബിഗിൻ ഓവർലാപ്പ് നമ്മൾ മറ്റ് 2 ഇവന്റ് ട്രിഗറിലും നമ്മളൊന്നും ചെയ്തിട്ടില്ല. ബിഗിൻ പ്ലേയിലും ഇവന്റ് ടിക്കിലും ഒന്നും ചെയ്തില്ല. ഇവിടെ നമ്മുടെ ബിഗിൻ ഓവർലാപ്പിൽ നമ്മൾ ഇവിടുന്ന് അതിൻ്റെ മുകളിൽ എപ്പോൾ ഒരു ക്യാരക്ടർ പോകും അപ്പോൾ ഇവിടുന്ന് ഒരു കറണ്ട് പാസ്സാവും. ആ കറണ്ട് ഇവിടെ എത്തുമ്പോൾ ഓപ്പൺ ആവും. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഡിലേ നോഡ് നമ്മൾ മുമ്പ് കണ്ടിരുന്നു. ഇവിടെ ഒരു ഡിലേ നോഡ് ഇട്ടിരുന്നു എന്ന് വിചാരിക്കാം. ഡിലേ നോഡ്, അപ്പോൾ അതൊരു 1 സെക്കൻഡ് ഡ്യൂറേഷൻ, ഞാൻ 1 സെക്കൻഡ് ഇടാണ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മളത് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞുതരാം. ഇവിടുന്ന് ഒരു കറണ്ട് പാസ്സാവും, എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. ഇത് രണ്ടാമത് ഈ കറണ്ട് അവിടെ നിന്ന് പാസ് ചെയ്യുന്നതിന് ഒരു ചെറിയ സ്റ്റോപ്പ് ഇടും. ബാക്കി എല്ലാ നോഡുകളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് വേറെ ടൈപ്പ് നോഡ് കാണും. എന്നാലും മിക്കവാറും നോഡുകളും ഇവിടെ വന്ന് കറണ്ട് ആ സെക്കൻഡ് തന്നെ അത് വർക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഇവിടുന്ന് കറണ്ട് പാസ്സാവും. നമുക്ക് അധിക സമയം ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുക പോലുമില്ല. എന്നാൽ ഡിലേ നോഡ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പറയുകയാണ് ഒരു 1 സെക്കൻഡ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വിട്ടാൽ മതി എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇവിടെ വെച്ച് തന്നെ പ്ലേ ചെയ്യാം. നമുക്കത് കാണാൻ വേണ്ടി, ഇതിൽ ഏത് ഡോറാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും നമുക്കത് കാണാൻ വേണ്ടി ഈ ഡോർ ഏതാണെന്ന് നോക്കാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ അത് ഡോർ 3 ആണ്. ഇനി നമ്മൾ BP ഡോറിൽ പ്ലേ അടിച്ചതിന് ശേഷം നമുക്കിവിടെ BP ഡോർ 3 സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് പ്ലേ അടിച്ചാലും മതി, വർക്കാവും. ഏതായാലും അത് ഓൺ ആക്കി വെച്ചാൽ നമുക്കിവിടെ അതിൻ്റെ സംഭവിക്കുന്നത് കാണാം. ഞാൻ ഇവിടെ എത്തി. അത് ആദ്യം കറണ്ട് പാസ് ചെയ്തു. ഒരു 1 സെക്കൻഡിന് ശേഷമാണ് അവിടുന്ന് നമ്മുടെ ഡിലേനോട് കറണ്ട് പാസ് ചെയ്തത്. നമുക്കൊന്നുകൂടി കാണാം. അവിടെ വന്നു, കറണ്ട് പാസ് ചെയ്ത് ഒരു 1 ഡിലേ വെച്ചു, എന്നിട്ടാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് പോകുന്നില്ല. നമുക്ക് ആനിമേറ്റ് ചെയ്യാനും ഇതേപോലെ ഒരു ലോജിക്ക് തന്നെയാണ് വേണ്ടത്. ഇവിടുന്ന് വരുന്ന കറണ്ടിനെ പാസ് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തണം. നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പറയാം. ഇവിടുന്ന് നമുക്കൊരു 10 വാട്ട് കറണ്ട് വന്നു എന്ന് വിചാരിക്കുക. ആ 10 വാട്ട് ഇങ്ങോട്ടേക്ക് വിടുന്നതിന് പകരം 1 വാട്ട് കുറച്ച് വിട്ടു, അടുത്ത ഫ്രെയിമിൽ പിന്നെ 1 വാട്ട് വിട്ടു. അങ്ങനെ 10 ഫ്രെയിം എടുത്തിട്ടാണ് നമ്മൾ ഫുൾ 10 വാട്ട് കറണ്ട് വിടുത്തുന്നതെങ്കിൽ ഈ 0 to -90 എന്നിപ്പോൾ തിരിയുന്ന ഡോറിന്റെ വാല്യൂ എന്തായിരിക്കും? നല്ല സ്ലോയിൽ കുറച്ച് ആദ്യം 10 വാട്ടിൽ 1 വാട്ട് വിടുമ്പോൾ 90 ഡിഗ്രിയിലേക്കുള്ള നമ്മുടെ ഒരു 9 ഡിഗ്രി തിരിയും. അടുത്ത വാട്ട് വരുമ്പോൾ അത് 18 ഡിഗ്രി ആവും. അങ്ങനെ ചെറുതായി കൂടി 90 ഡിഗ്രി വരെ എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഓരോ ഫ്രെയിമിൽ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആനിമേഷൻ വരും. അങ്ങനെ കിട്ടുന്ന കറണ്ടിനെ പീസാക്കി വിടാനും വേണ്ടിയുള്ള ഒരു നോഡാണ് ടൈം ലൈൻ നോഡ്. വേറൊരു നോഡും കൂടി ഉണ്ട്. എന്നാലും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ടൈം ലൈൻ നോഡിനാണ്. നമ്മൾ ടൈം ലൈൻ എന്നത്, ടൈം ലൈൻ വന്നപ്പോൾ തന്നെ അത് ടൈം ലൈൻ ഒരു പേരിടാൻ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഒരു പേരിടാം. ഓപ്പണിംഗ് ഡോർ എന്നൊരു ടൈം ലൈൻ ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് ഡിലേ നോഡിൻ്റെ ആവശ്യമില്ല, നമുക്കത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് വരുന്ന കറണ്ടിൻ്റെ പിന്ന് നോക്ക്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് പിന്നുകളുണ്ട്. ഫസ്റ്റ് നമ്മൾ കണക്ഷൻ കൊടുത്തപ്പോൾ ഡീഫോൾട്ടായിട്ട് കണക്ട് ആയിരിക്കുന്നത് പ്ലേ എന്നുള്ളതിലാണ്. പ്ലേ ഫ്രം സ്റ്റാർട്ട് ഉണ്ട്, സ്റ്റോപ്പ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്. നമ്മൾ അതിൽ 2-3 നമ്മൾ കാണും. അതേപോലെ പുറത്തോട്ടേക്ക് പോകുന്ന 2 ഉണ്ട്. അപ്ഡേറ്റ്, ഫിനിഷ്ഡ്. ഈ അപ്ഡേറ്റ് പിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് വരുന്നതിനെ കുറച്ചായിട്ട് കൊടുത്ത് 10 വാട്ടിലേക്ക് എത്തിക്കുന്നത്. ആ 10 വാട്ട് എത്തിക്കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഫിനിഷ്ഡ് പറയുന്നത് നേരത്തെ പറഞ്ഞ അതിൽ സ്ലോയിൽ തരുന്നതല്ല, ഒറ്റ പ്രാവശ്യം ഫുൾ കറണ്ട് അങ്ങ് പോകും. അപ്ഡേറ്റ് എന്ന് പറയുന്നത് സമയത്ത് മെല്ലെ കറണ്ട് ഫുള്ളായിട്ട് കൊടുക്കും. മനസ്സിലായി വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ വർക്കാവും. ഇത് നമ്മൾ ചുമ്മാ എടുത്ത് കണക്ട് ചെയ്താൽ പോരാ. ഇപ്പം നേരിട്ട് കണക്ട് ചെയ്താൽ നേരിട്ട് തന്നെ ഒറ്റയ്ക്ക് വർക്കാവുന്നത് പോലെ തന്നെ വർക്കാവുക. അവിടെ നിന്ന് കയറി അപ്പോൾ തന്നെ കൊടുക്കും. കാരണം നമ്മൾ എത്ര സമയം കൊണ്ട് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല.
മാത്രമല്ല നമുക്ക് ആ സമയം മാത്രം പറഞ്ഞാൽ പോരാ, ഇവിടേക്ക് വരുന്ന വാല്യൂ ഇപ്പോൾ 90 ഡിഗ്രി എന്ന് പറയുന്ന വാല്യൂവിനെയും നമ്മൾ കുറച്ച് അവിടേക്ക് എത്തിച്ച് കൊടുക്കണം, അല്ലാതെ ഒറ്റയടിക്ക് കൊടുക്കരുത്. അതും നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ. സോ നമ്മൾ ഇതിന്ന് ആദ്യം വേണ്ടത് നമുക്ക് ഇതിലെ 90 ഡിഗ്രി മാത്രം നോക്കിയാൽ മതി. എക്സിലേക്കും വൈയിലേക്കും നമ്മൾ പുതിയ വാല്യൂ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് ആക്കാം. 3 ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട്. വർക്ക് ചെയ്യില്ല എന്നല്ല, നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ടൈം ലൈനിൽ ഒരു 3 വാല്യൂ, ഇതിന് 3 വെക്റ്റർ വാല്യൂ എന്ന് വിളിക്കും എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഈ 3 വാല്യൂ വരുന്നതിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ചൊരു മെനക്കൽ ടൈം ലൈനിലുള്ളത് കൊണ്ട് നമുക്കിതിനെ റൈറ്റ് ക്ലിക്കിൽ ഈ വാല്യൂ 3 വാല്യൂ വരുന്ന ഏത് വാല്യൂയിലേക്കും വന്നിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. താഴെ സ്പ്ലിറ്റ് സ്ട്രക്റ്റ് പിന്ന് കാണാം. അതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3 വാല്യൂ ആയിട്ട് മാറും. നമ്മുടെ നേരത്തെ തന്നെയാണ് എക്സ് ഇവിടെ വരും, വൈ ഇവിടെ വരും, സെഡ് വരും. അതിൽ -90 ഇവിടെ വന്നാൽ നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് തരാം. അത് 3 വാല്യൂ 3 പിന്നാക്കി നമുക്ക് കിട്ടുന്നു മാത്രം. ഏതെങ്കിലും നമ്മൾ അങ്ങനെ 3 വാല്യൂ ആക്കി വെച്ചതിനെ തിരിച്ചാക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീകമ്പൈൻ സ്ട്രക്റ്റ് പിന്നടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ ആവുകയും ചെയ്യും. ഞാൻ തിരിച്ച് സ്പ്ലിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ 3 പിന്നാക്കി മാറ്റി. ഇപ്പോൾ ഇതിൻ്റെ കളറും കാണാം. നമുക്കൊരു പച്ച കളറാണ്, നേരത്തെ ഒരു നീലിഷ് കളറായിരുന്നു ഉണ്ടായിരുന്നത്, വയലറ്റിഷ് നീലിഷ് കളറായിരുന്നു ഉണ്ടായിരുന്നത്. വയലറ്റിഷ് നീലിഷ് കളറും മഞ്ഞ കളറും വെക്ടറിൻ്റെ പിന്നുകൾക്ക് വേണ്ടിയുള്ളതാണ്. പച്ച കളർ ഫ്ലോട്ട് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ സിംഗിൾ വാല്യൂക്ക് ഫ്ലോട്ട് വാല്യൂ എന്ന് പറയും. അല്ലാത്തയും ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഇതിന് ഡാറ്റ ടൈപ്പുകൾ എന്ന് പറയും. അപ്പോൾ ഈ ഡാറ്റ ടൈപ്പുകളിൽ ഫ്ലോട്ടും വെക്ടറും തൽക്കാലം നിങ്ങളിപ്പം മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കി ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് നമ്മൾ ക്ലാസ് തുടങ്ങി നമ്മൾ വേരിയബിൾസിനൊക്കെ പഠിക്കുന്ന ക്ലാസ്സിൽ പറയും. ഓക്കെ, ഇനി നമുക്ക് ഈ അപ്ഡേറ്റിൽ നിന്ന് വരുന്ന പിന്നിനൊരു സമയം സെറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് വരുന്ന വാല്യൂ 0 മുതൽ -90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പറയുന്ന ഒരു വാല്യൂം ഇവിടെ നിന്ന് വേണം. അത് രണ്ടും ചെയ്യാൻ വേണ്ടി നമ്മുടെ ടൈം ലൈൻ നോഡിനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ, എല്ലാ നോഡൊന്നും ഡബിൾ ക്ലിക്ക് ചെയ്തൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ടൈം ലൈൻ നോഡ് വേറെയും കുറച്ച് നോഡുകളുണ്ട്. ആ നോഡുകൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവന്റ് ഗ്രാഫ് ഉണ്ട്. ഇവിടെ പുതിയ ടാബായിട്ട് നമ്മുടെ ഓപ്പണിംഗ് ഡോർ എന്ന ടൈം ലൈൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് എത്ര സെക്കൻഡിൻ്റെ ഉള്ളിലാണ് ഇത് ഓപ്പൺ ആവേണ്ടത്. അതാണ് നമുക്ക് ഇവിടെ ടോപ്പിൽ കാണുന്ന ലെങ്ത്. അവിടെ നമ്മൾ 1 സെക്കൻഡിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡോർ ഓപ്പൺ ആവേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഇവിടുന്ന് പുറത്ത് വിടുന്ന വാല്യൂ 0 മുതൽ -90 ഡിഗ്രി വരെയുള്ള ഒരു വാല്യൂ നമ്മൾ പുറത്തോട്ട് വിടണം. ഞാൻ നോർമലി ചെയ്യാറുള്ളത് 0 to 1 വരെയുള്ള ഒരു വാല്യൂ പുറത്തോട്ട് വിട്ട് അതിനെ -90 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാറൊക്കെ ഉള്ളത്. അതിന് കുറച്ച് ഗുണങ്ങൾ വേറെയും ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നോഡുകളുടെ എണ്ണം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്, തുടക്കക്കാർക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു 0 to -90 ഡിഗ്രി വാല്യൂ പുറത്തോട്ട് വിടും. അപ്പം നമ്മൾ അതിന് വേണ്ടി ഇവിടെ ഒരു ട്രാക്ക് ബട്ടൺ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിൽ നമ്മൾ ഫ്ലോട്ട് വാല്യൂ ആണ് പുറത്തോട്ട് വിടേണ്ടത്. കളർ വാല്യൂ പുറത്തോട്ട് വിടാം. ഒരു കളറിന് വേറെ കളറിലേക്ക് ആനിമേറ്റ് ചെയ്ത് പോകുന്ന ഒരു കളർ വാല്യൂ വേണമെങ്കിൽ നമുക്ക് പുറത്തോട്ട് വിടാം. വെക്ടർ കൊടുക്കാമായിരുന്നു, പക്ഷെ നമുക്ക് ഇവിടെ ഫ്ലോട്ട് വാല്യൂ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്ലോട്ട് വാല്യൂ ഓൺ ആക്കുന്നു. എന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു പേര് ഇടാം. ഓപ്പണിംഗ് എന്നോ എന്തെങ്കിലും ഒരു പേരിടാം, നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ലീവ് ചെയ്യുകയും ചെയ്യാം. സോ നമുക്കിവിടെ കുറച്ച് സാധനങ്ങൾ വന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗ്രാഫാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം 0 to 1 സെക്കൻഡ്. നമ്മൾ 1 സെക്കൻഡ് ലെങ്ത് ആണെന്ന് ഇവിടെ പറഞ്ഞത്. 5 സെക്കൻഡ് ആയിരുന്നെങ്കിൽ 5 സെക്കൻഡ് വരെ ഉണ്ടായിരുന്നു. 2 സെക്കൻഡ് ആയിരുന്നെങ്കിൽ 2 സെക്കൻഡ് വരെ. ഈ ഗ്രേ വലിയ ഡാർക്ക് അല്ലാത്ത മറ്റേ 50% ഗ്രേ ഇരിക്കുന്നത് 2 സെക്കൻഡിലാണ്. പക്ഷെ നമുക്ക് വേണ്ടത് 1 സെക്കൻഡ് ഔട്ട്പുട്ടാണ്. ഇത്രയും നേരമാണ് നമ്മുടെ കറണ്ട് പുറത്ത് വിടുന്നതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ പോകേണ്ട വാല്യൂ ആണ് നമുക്ക് ഈ സൈഡിൽ ഇരിക്കുന്നത്. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ച ഗ്രാഫൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. രണ്ട് കാര്യം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഈ ഒരു ലൈന് കാണാം നമുക്കിവിടെ. അതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഷിഫ്റ്റ് ക്ലിക്ക് ഞെക്കുക. രണ്ടാമത്തെ വാല്യൂക്ക് ഒരു ഷിഫ്റ്റ് ക്ലിക്ക് ഞെക്കുക. അങ്ങനെ 2 വാല്യൂസ് ആണ് നമ്മൾ വെക്കേണ്ടത്. എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ആദ്യത്തെ കീ സെലക്ട് ചെയ്യും. അതിൻ്റെ ടൈം 0 ടൈം ആകുമ്പോൾ, അതായത് നമ്മൾ തുറന്നു വരുന്ന ഡോറിൻ്റെ 0 സെക്കൻഡാണ് തുടക്കത്തിൽ എന്നാക്കാൻ നമ്മൾ ടൈമിൽ 0 എന്ന് കൊടുക്കും. എന്നിട്ട് എൻ്റർ അടിക്കണം. എൻ്റർ അടിക്കുമ്പോൾ ആ പുള്ളിക്കുത്ത് നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ പോയിരിക്കുന്നത് കാണാം. സെക്കൻഡ് പുള്ളിക്കുത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടൈമിൽ നമ്മൾ 1 സെക്കൻഡ് ആകുമ്പോഴാണ് ഡോർ തുറക്കേണ്ടത്. സോ 1 എന്ന് കൊടുക്കും. അപ്പോൾ അര സെക്കൻഡ് ആണെങ്കിൽ 0.5 എന്ന് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ 1 സെക്കൻഡിൽ അത് ഓപ്പൺ ആവും എന്നുള്ളത്. എന്നിട്ട് എൻ്റർ നോക്കിയപ്പോൾ ആ പോയിന്റ് അവിടെ പോയി. ഇനി ഫസ്റ്റ് വാല്യൂ നമുക്ക് ചേഞ്ച് ഒന്നും ചെയ്യേണ്ട. ഫസ്റ്റ് വാല്യൂവിൽ 0 തന്നെയാണ് വേണ്ടത്. എന്നാൽ സെക്കൻഡ് വാല്യൂ നമുക്ക് -90 ആയി മാറണം. സോ സെക്കൻഡ് പോയിന്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വാല്യൂ ടൈം നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ തൊട്ടപ്പുറത്ത് വാല്യൂ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളവിടെ -90 ഡിഗ്രി എന്നല്ല 90 എന്ന് എഴുതിയിട്ട് എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിക്കുമ്പോൾ ആ പുള്ളിക്കുത്ത് അവിടെ നിന്ന് പോയതായിട്ട് കാണാം. അത് പോയതല്ല. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം 0 കഴിഞ്ഞിട്ട് ഇവിടെ 0.5 ഉള്ളത്. 90 എന്ന് പറയുമ്പോൾ വലിയ മുകളിലായിരിക്കും. അത് കാണാൻ വേണ്ടി നമുക്ക് ഈ 2 ബട്ടൺ ഉണ്ട്. ഈ 2 ബട്ടണിൽ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫിറ്റ് ആയിട്ട് തരും. അത് മുകളിലല്ല, താഴോട്ടാണ് പോയത്, മൈനസാണ്. സോ -90 താഴെയാണ് ഇരിക്കുന്നത്. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈം 1 സെക്കൻഡ് ഇതിലേക്ക് ഫിറ്റ് ആവും. അത്രേ ഉള്ളൂ. അത് ഞെക്കിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. -90 എന്ന വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ഈ ടൈം ലൈനിന് പുറത്ത് വരുന്ന വാല്യൂ നമ്മളിനി തിരിച്ച് ഇവന്റ് ഗ്രാഫിലേക്ക് പോയി നോക്കിയാൽ അവിടെ അപ്ഡേറ്റ് ഉണ്ട്. കൂടെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് പുതിയൊരു ഔട്ട്പുട്ട് നോഡല്ല, ഔട്ട്പുട്ട് പിൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കളർ പച്ച കളറാണ്, കാരണം ഫ്ലോട്ട് ഔട്ട്പുട്ടാണ്.
ഇവിടുന്ന് വരുന്ന വാല്യൂ ഇതിലേക്ക് വരുന്നതിൻ്റെ സെക്കൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 0 സെക്കൻഡിൽ ഇത് 0 ആയിരിക്കും. ഒരു അര സെക്കൻഡ് ആകുമ്പോൾ അതിന് വരുന്നത് 45 -45 എന്നുള്ള വാല്യൂ ആയിരിക്കും. അങ്ങനെ അത് 1 സെക്കൻഡിലേക്ക് തികയുമ്പോൾ അതിന് വരുന്ന വാല്യൂ -90 ആയി മാറും. സോ അത് അത്രയും ചെയ്തതിന് ശേഷം ഞാനിത് നമ്മുടെ സെഡിലേക്ക് കണക്ട് ചെയ്യാണ്. ഇനി -90 എന്ന് അവിടെ എഴുതി കൊടുക്കല്ല, നമ്മുടെ ഇവിടുന്ന് വരുന്ന വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ഒന്നും കൂടെ പ്ലേ ചെയ്യാം. ഇനി ഞാൻ ആ ഡോറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഡോർ മെല്ലെ തുറക്കുന്നു. ആ ഡോർ 1 സെക്കൻഡിലേക്ക് നമ്മുടെ കറണ്ട് വന്നു. കറണ്ട് വരുമ്പോൾ കൃത്യമായിട്ട് അതേ വാല്യൂ തിരിച്ചിറങ്ങുമ്പോൾ ഒറ്റയടിക്ക് ക്ലോസ് ആകും. കാരണം നമ്മൾ താഴെ ടൈം ലൈൻ കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു ടൈം ലൈൻ ഇവിടെ ഉണ്ടാക്കി എന്നിട്ട് അതിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തൽക്കാലം. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി അത് സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് ഞാൻ Ctrl+D, ചില സമയത്ത് ഇത് വർക്ക് ആവാറില്ല, ഇപ്പോൾ വർക്കായി. ഏതായാലും Ctrl+D ഷോർട്ട് കട്ടിൽ ഇതാണ്. ഇല്ലെങ്കിൽ വർക്കായില്ലെങ്കിൽ Ctrl+C Ctrl+V. അത് ഇപ്പം അടുത്ത് വന്നൊരു ബഗ്ഗാണ്, ചിലപ്പോൾ വർക്കായി വരും. അതിലേക്ക് ഞാൻ പ്ലേ കൊടുക്കാം, എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഇത് സ്പ്ലിറ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്കിൽ സ്പ്ലിറ്റ് സ്ട്രക്റ്റ് പിന്നാക്കണം. ഇവിടെ ഞാനിത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് പിന്ന് വേണ്ടത് 0-ലല്ല, സെക്കൻഡ് പിന്ന് 0-ലേക്കാണ്. സോ സെക്കൻഡ് പിന്നെ നമ്മൾ എടുക്കുന്നു, 0 ആക്കുന്നു. സോറി, ഞാൻ എൻ്റർ ആക്കാൻ മറന്നുപോയി. സോ ആദ്യം 0 ആക്കിയിട്ട് എൻ്റർ ആക്കണം. അപ്പോൾ അത് 0-ലേക്ക് പോയി നോക്കും. ഇത് -90 ആകണം. എന്നിട്ട് എൻ്റർ ആക്കി കഴിയുമ്പോൾ അത് നമുക്കൊന്നും കൂടെ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യുമ്പോൾ അത് -90 നിന്ന് 0-ലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ആ വര കാണുന്നില്ല, എന്തുകൊണ്ടോ ബഗ്ഗായിരിക്കാം. ഓക്കെ, കുഴപ്പമില്ല, എന്നാലും വർക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് തിരിച്ചു പോയിട്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഡോർ മെല്ലെ തുറക്കണം. മെല്ലെ തുറന്നു. തിരിച്ചു പോകുമ്പോൾ മെല്ലെ അടക്കണം. സോറി, നമ്മൾ കണക്ട് ചെയ്യാൻ മറന്നു. നമ്മുടെ ഓപ്പണിംഗ് എടുത്ത് ഇവിടെ കണക്ട് ചെയ്യാൻ മറന്നു. നമുക്ക് വേണമെങ്കിൽ ക്ലോസിംഗ് എന്ന് പേരിടാമായിരുന്നു, പോട്ടെ, കുഴപ്പമില്ല. അത് കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മളൊന്നും കൂടെ പോകുന്നു. തിരിച്ച് എന്തുകൊണ്ടോ നമ്മുടെ വാല്യൂ പോയ പോക്ക് തന്നെയാണെന്ന് തോന്നുന്നു. ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്ത് നമുക്കൊരു പോയിന്റ് ഇടാം 0-ലേക്ക്. ഞാൻ നേരത്തെ മൈനസ് അടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പോയി തോന്നുന്നു. അപ്പോൾ അത് ബഗ്ഗായിരുന്നില്ല, ആ വാല്യൂ പോയതായിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് തിരിച്ചായി. ഹാപ്പൻസ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്താണെന്നുള്ളത് തുറന്ന് നോക്കുക. എന്നിട്ടൊന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം. അത് വർക്ക് ചെയ്യേണ്ടതാണ്. ഓപ്പണായി തിരിച്ചു വരുമ്പോൾ അത് ക്ലോസ് ആകുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, പക്ഷേ ഇത് നമുക്ക് ഓവർ ഡൂയിങ് ആണ്. ഇത്ര ആവശ്യമില്ല നമുക്ക്. അതാണ് നമ്മുടെ ടൈം ലൈൻ്റെ മുമ്പിൽ കുറച്ചധികം പിന്നുകൾ കാണാം. ഇതിലേക്ക് വരുന്ന കറണ്ട് വരുമ്പോൾ അത് മുന്നോട്ട് പ്ലേ ആവും. നമുക്ക് താഴെ റിവേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. അതിലേക്ക് എപ്പോഴെങ്കിലും കറണ്ട് വന്നാൽ അത് ബാക്കിലോട്ട് പ്ലേ ആവും. അപ്പോൾ അതല്ലാതെയും കുറേ പിന്നുകൾ കാണാം. നമുക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റോപ്പിലേക്ക് കറണ്ട് വന്നാൽ എപ്പോഴും നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് പകുതിയൊക്കെ ഡോർ തുറന്നപ്പോഴാണ് അതിലേക്ക് വരണമെങ്കിൽ ആ പകുതി വെച്ച് നമ്മുടെ ഡോർ തുറക്കുന്നത്. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഈ ഓപ്പണിങ്ങിലേക്ക് വരുന്ന കറണ്ട് ഇവിടുന്ന് എൻഡ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യും. അത് നമ്മൾ റിവേഴ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ അപ്ഡേറ്റ് ആവും. നമ്മളെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഉള്ളതെന്താണോ അവിടുന്ന് തിരിച്ച് റിവേഴ്സിൽ അപ്ഡേറ്റ് ആവും. സോ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വരുന്ന വാല്യൂം റിവേഴ്സ് ആയിട്ടായിരിക്കും വരിക. സോ അവിടുന്ന് തിരിച്ച് അപ്ഡേറ്റ് ആകുന്നത് കാണാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അങ്ങോട്ട് പ്ലേ ആയി. തിരിച്ചിറങ്ങുമ്പോൾ ഇപ്പുറത്തുനിന്ന് കറണ്ട് വന്നു, അത് തിരിച്ചും ക്ലോസ് ആയി. അതിന് ഉള്ളോട്ടേക്ക് പോയാലും ക്ലോസ് ആവട്ടോ. അതെ, ഇങ്ങോട്ടേക്ക് ഓപ്പൺ ആകുന്നത് നമ്മൾ -90 ഡിഗ്രി മാത്രമേ കൊടുത്തുള്ളൂ. നമുക്ക് ക്യാരക്ടർ അപ്പുറത്താണോ ഇപ്പുറത്താണോ നിൽക്കുന്നതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, -90 വേണോ +90 വേണോ എന്നൊക്കെ കൊടുക്കാമായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ അത്ര വിഷയമില്ല. ഇനി നമ്മൾ ഓരോ ഡോറിൻ്റെ അടുത്ത് പോകുമ്പോഴും ഡോർ ഓപ്പൺ ആവും, ക്ലോസ് ആവും. ലൈറ്റിന് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, പക്ഷേ അൺറിയൽ എഞ്ചിൻ്റെ ലൈറ്റിന് അങ്ങനെ ഒരു വിഷയമില്ല. ഏതായാലും നമ്മുടെ ഡോറിന് നമ്മളിനി അവിടെ പോയി നോക്കിയാൽ നമ്മുടെ ഈ ഡോറും അതേപോലെ തന്നെ ആനിമേറ്റ് ചെയ്ത് ഓപ്പൺ ആകുന്നത് കാണാം. ഇനി നമ്മൾ ഈ ടൈം ലൈൻ്റെ ഉള്ളിലുള്ള ഈ ഗ്രാഫിന് വേണമെങ്കിൽ ഇപ്പോൾ 2 പോയിന്റ് കൊടുത്തുള്ളൂ. 3 പോയിന്റ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഈ ലൈൻ്റെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പോയിന്റ് കൂടെ കിട്ടും. അതിൽ നമുക്ക് വേണമെങ്കിൽ 0.5 സെക്കൻഡ് ആകുമ്പോൾ, അതായത് അര സെക്കൻഡ് ആകുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു നമ്പർ കൊടുക്കും. ഒരു 45 ഡിഗ്രി മുകളിലോട്ടേക്ക് നമ്മൾ വീണ്ടും ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാം 0 നിന്ന് ആദ്യം അങ്ങനെ 45 ഡിഗ്രി ഇങ്ങോട്ട് വരും, പിന്നെ തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ ആനിമേഷനും അതേപോലെ തന്നെ ആയിരിക്കും. ഞാൻ പ്ലേ അടിച്ച് നോക്കിയാൽ ആദ്യം ഇങ്ങോട്ടേക്കൊന്ന് തുറക്കും, എന്നിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഒരു ആനിമേഷൻ കൊടുക്കും. അങ്ങനെ കോംപ്ലക്സ് ആനിമേഷൻസ് നമുക്ക് അവിടെ ഉണ്ടാക്കാം. അധിക സമയം നമുക്ക് അതിൻ്റെ ആവശ്യം വരാറില്ല. അങ്ങനെ സിമ്പിൾ ആനിമേഷൻസിൽ കഴിയും. പിന്നെ സ്മൂത്ത്നെസ്സിന് ഇതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോയും ബ്ലൂ പ്രിൻറ്റിൻ്റെ ഇതുവരെയുള്ള ഇൻട്രൊഡക്ഷനും നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ഇനിയും നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ബ്ലൂ പ്രിൻറ്റുകളൊക്കെ കാണും. ഇത്രയും വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ വെച്ച് ഈ ഒരു ചെറിയ ഐഡിയ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമ്മൾ മെയിൻ ഗെയിം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമ്മൾ ഇനിയും കോംപ്ലിക്കേറ്റഡ് ഒരുപാട് നോഡുകൾ കാണും, ഒരുപാട് ട്രിഗേഴ്സ് കാണും. നമ്മുടെ കേസിനെ ട്രിഗറാക്കി മാറ്റാം. നമ്മൾ ഇനി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി ഈ ഡോറിനൊക്കെ ഒന്ന് കളർ കൊടുക്കേണ്ടത്. എല്ലാം വെള്ള ബോക്സ് ആയിട്ട് നമുക്ക് ഭയങ്കര വൃത്തികേട് തോന്നുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഡോറിനൊക്കെ കളർ കൊടുക്കണം. ഡോറിനല്ല, എല്ലാ ഒബ്ജക്ട്സിനും കളർ കൊടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതുവരെ ബൈ.